कहने लगे योरे हम लेंगे। अब उसका करा क्या, उसको जेल भेज दिया, उसके बाप को पीट दिया। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। പ്രായപൂർത്തിയായ രണ്ടുപേർ പരസ്പരം പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, 4 വർഷത്തോളം സമാധാനമായി ജീവിക്കുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ പയ്യൻ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ആ ചിത്രം പിന്നീട് വൈറലാകുന്നു. തൊട്ടു പിന്നാലെ കോടീശ്വരനായ ആ പയ്യൻ്റെ പിതാവ് പോലീസിൽ പരാതി കൊടുക്കുന്നു. മിനിറ്റുകൾക്കകം UP പോലീസ് രംഗത്തിറങ്ങിക്കൊണ്ട് പെൺകുട്ടിയെയും ആ കുട്ടിയുടെ പ്രായമായ പിതാവിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലെ രംഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഉത്തർപ്രദേശിലെ ഷാംലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച തീർത്തും യാഥാർത്ഥ്യമായ കാര്യമാണിത്. ആയുഷ് മാലിക് എന്ന ഹിന്ദു യുവാവ് മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് റിവേഴ്സ് ലവ് ജിഹാദ്, മറുവശത്ത് ആ പെൺകുട്ടിയുടെ കുടുംബം തങ്ങളുടെ മകനെ വെച്ച് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് വീട്ടുകാർ ആരോപിക്കുമ്പോൾ, മറുവശത്ത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറിയത്, എന്നെ ആരും നിർബന്ധിച്ചതല്ല എന്ന് വിളിച്ചു പറയുകയാണ് ആയുഷ് എന്ന മുഹമ്മദ് അലി എന്ന യുവാവ്. ഉത്തർപ്രദേശിലെ ഷാംലിയിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ് ആയുഷ് മാലിക്. ലളിതമായി പറഞ്ഞാൽ പണത്തിനോ സൗകര്യങ്ങൾക്കോ യാതൊരുവിധ കുറവുമില്ലാത്തൊരു കുടുംബം. എല്ലാം ശാന്തമായി പോകുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. ആയുഷ് മാലിക് മുസ്ലിം പരമ്പരാഗത വസ്ത്രം ധരിച്ച് ഈദ് നമസ്കാരം നിർവഹിക്കുന്ന ചിത്രമായിരുന്നു അത്. ഒരു പ്രമുഖ ഹിന്ദു വ്യവസായിയുടെ മകൻ പെരുന്നാൾ നിസ്കരിക്കുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇതോടെ ആയുഷിന്റെ പിതാവ് ദേവരാജ് മാലിക് പോലീസിനെ സമീപിച്ചു. തന്റെ മകനെ ഒരു മുസ്ലിം പെൺകുട്ടി പ്രണയക്കെണിയിൽ പെടുത്തുകയായിരുന്നുവെന്നും കോടികളുടെ കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ പെൺകുട്ടിയുടെ കുടുംബം ചേർന്ന് നടത്തിയ വലിയൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ മതപരിവർത്തനമെന്നുമായിരുന്നു അയാളുടെ പരാതി. വർഷങ്ങളായി അവർ തന്റെ മകനെ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നുവെന്നും അയാൾ ആരോപിക്കുന്നുണ്ട്. അയാളുടെ പരാതി ലഭിച്ച ഉടനെ ലവ് ജിഹാദ് എന്ന് കേട്ട ഉടൻ തന്നെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് ആയുഷിന്റെ ഭാര്യയായ ചാന്ദിനി ഖുറേഷിക്കെതിരെയും അവരുടെ പിതാവായ ഇസ്ലാം ഖുറേഷി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയാണ്. അതുമാത്രമല്ല, ഈ കേസ് അന്വേഷിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ SIT തന്നെ UP പോലീസ് നിയോഗിക്കുകയും ചെയ്യുന്നു. ചാന്ദിനിയും അവരുടെ പിതാവിനെയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ കേസിൽ മറ്റ് 9 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഭരണകൂടവും പോലീസും ലവ് ജിഹാദിന്റെ പേരും പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെയും ഭാര്യ പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആയുഷ് മാലിക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് തൻ്റെ ഭാഗം വ്യക്തമാക്കുകയുണ്ടായി. വീട്ടുകാരും പോലീസും ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ആയുഷ് തൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു വെച്ചത്. महीने पहले मैंने बताया उनसे बात है, महीने सीधी बात है। मैंने ये बताया मेरे निकाह क्या निकाह में बात है। वो क्या कहने लगे, चलो भाई हमें अब परिवार में रिश्तेदारों का समाज का कोना पे बात आ गई सबकी। कहने लगे योरे हम लेंगे। अब उसका करा क्या, उसको जेल भेज दिया, उसके बाप को पीट दिया। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യ ഒരു പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എനിക്കൊരിക്കൽ തോളിലൊരു പരിക്ക് ഉണ്ടായ സമയത്ത് അതിന് ചികിത്സയ്ക്കായിട്ടാണ് ഞാൻ അവരുടെ ക്ലിനിക്കിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും അവരൊരു മുസ്ലിമാണ് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നതും. അങ്ങനെ ഞങ്ങൾ പരസ്പരം പ്രണയത്തിലായി. ഏകദേശം 4 വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് നടന്നത്. മതപരിവർത്തനം എന്നത് പുറത്തുനിന്ന് ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കുന്ന ഒന്നല്ല, അത് ഉള്ളിൽ നിന്ന് സ്വയം സംഭവിക്കുന്നതാണ്. അതിൽ ഞങ്ങളുടെ നിക്കാഹ് നടത്തി തന്ന മൗലവിക്ക് പോലും യാതൊരുവിധ പങ്കുമില്ല. കാര്യങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലും ഇസ്ലാമിൻ്റെ ആശയങ്ങളിലും ആകൃഷ്ടനായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെയും ചാന്ദിനെയും കുടുംബത്തെയും ലക്ഷ്യം വെക്കുകയാണ് വീട്ടുകാർ ചെയ്യുന്നത്. എനിക്കിപ്പോൾ യാതൊരു സ്വത്തിൻ്റെയും ആവശ്യമില്ല. എൻ്റെ കുടുംബസ്വത്തിലുള്ള എല്ലാ അവകാശങ്ങളും എൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കുമായി എഴുതി വെച്ച് നൽകാൻ ഞാൻ തയ്യാറാണ്. ഇസ്ലാമിനോടുണ്ടായിരുന്ന താല്പര്യമാണ് എന്നെ ഈ തീരുമാനത്തിൽ എത്തിച്ചത് എന്നും ഇപ്പോൾ തന്നെ വീണ്ടും ഹിന്ദുവാക്കാൻ വേണ്ടി വീട്ടുകാർ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നുമാണ് ഇതിനെക്കുറിച്ച് ആയുഷ് പറഞ്ഞു വെച്ചത്. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി ഒരു മുസ്ലിമാണ് എന്നാണ് ആയുഷ് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്.
ഇവിടെ ആയുഷ് മാലിക് എന്ന യുവാവ് പ്രായപൂർത്തിയായ സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. പത്രക്കാരുടെ മുന്നിൽ വന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇത് എൻ്റെ സ്വയമേയുള്ള തീരുമാനമാണ്. എന്നിട്ടും ഭരണകൂടവും പോലീസും ഒരു പെൺകുട്ടിയും അവരുടെ പിതാവിനെയും ജയിലിലടയ്ക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദു യുവാവിനെ പ്രണയിച്ച് ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിച്ചാൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നാം എല്ലാവരും കാണേണ്ടി വരുമായിരുന്നു. മാത്രമല്ല, അതിനെ എടുത്ത് രാവും പകലും സദാസമയം ചാനൽ ചർച്ച നടത്തി അതിനെ മറ്റൊരു തരത്തിൽ വലിയ വിവാദമാക്കി മാറ്റിയേനെ. എന്നാൽ ഒരു ഹിന്ദു യുവാവ് സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിച്ചാൽ അതിനെ റിവേഴ്സ് ലവ് ജിഹാദി എന്നും വലിയൊരു മാഫിയയുടെ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ജയിലിലടയ്ക്കുന്നു. എന്തൊരു അനീതിയാണിത്! ജാതീയതയും ഉച്ചനീചിത്വവും കാരണം സ്വന്തം മതത്തിൽ നിന്ന് ആളുകൾ മറ്റു മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് മനസ്സിൽ വർഗീയത നിറഞ്ഞ ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികൾ കൊടുത്ത് മതം മാറ്റുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഇത്തരം ആളുകളിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. വിജി തമ്പി എന്ന് പറയുന്ന മലയാള സിനിമയിലെ സംവിധായകൻ എന്നറിയപ്പെടുന്ന ഒരു സംഘി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 100 കോടി കൊടുത്ത് ഏതോ ഒരു സിനിമാ നടിയെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് യാതൊരു തെളിവുമില്ലാതെ, ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കണ്ടൊരു വാർത്ത, എത്രയോ കോടി രൂപ കൊടുത്തുകൊണ്ടാണ് കമലാ സുരയ്യെ മതം മാറ്റിയെന്ന്. നോക്കിയതൊക്കെ വെറും കേവല രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് എന്നുള്ളത് ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തികളുടെ സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളെ അത് മാനിക്കാതെ എല്ലാറ്റിനെയും വർഗീയ കണ്ണുകളിലൂടെ മാത്രം കാണുന്ന ഒരു വിഭാഗവും ഭരണകൂടവും ചേർന്ന് സൃഷ്ടിക്കുന്ന ഇത്തരം നാടകങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. നോക്കൊരു വ്യക്തിയുടെ തികച്ചും വ്യക്തിപരമായ ചോയ്സിനെ പെട്ടെന്നൊരു മോറൽ പാനിക്കാക്കി മാറ്റിയെടുക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഒരു അമുസ്ലിം പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരു മുസ്ലിം വ്യക്തിയെ പ്രണയിച്ചാലോ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചാലോ അതിന് പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. ഇതിന് ഏറ്റവും വലിയ ഇരയായിരുന്നു 2016 കേരളം കണ്ട ഹാദിയ കേസ്. അന്ന് ഹാദിയയിൽ അവർ പയറ്റിയ അതേ തന്ത്രമാണ് ഇന്ന് ആയുഷ് മാലിക്കിലും അവർ ആവർത്തിക്കുന്നത്. 2016 അഖില അശോകൻ എന്ന യുവതി ഇസ്ലാം പഠിക്കുകയും സ്വന്തം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിച്ച് ഹാദിയ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഷെഫീൻ ജഹാനെ വിവാഹം കഴിച്ചു. നിയമപരമായി പ്രായപൂർത്തിയായ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ ഒരു ചോയ്സ് വളരെ വേഗത്തിൽ അത് മറ്റൊരു തരത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടു. ബ്രെയിൻ വാഷിംഗ്, ഫോഴ്സ് കൺവേർഷൻ, ലവ് ജിഹാദ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ മോറൽ പാനിക് നിർമ്മിക്കപ്പെട്ടു. ആ വിഷയത്തെ വലിയ രീതിയിൽ വിവാദമാക്കി. അതിനു പിന്നാലെ അവരുടെ ആ വിവാഹ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NIA വരെ രംഗത്തിറങ്ങി. ഒരു പ്രായപൂർത്തിയായ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം മതം തിരഞ്ഞെടുക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ സംഘികൾ തയ്യാറായില്ല. ഒരു വ്യക്തി ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്കോ ക്രിസ്തുമതത്തിലേക്കോ സിഖ് മതത്തിലേക്കോ മാറുമ്പോൾ ഉയരാത്ത സംശയങ്ങൾ ഇസ്ലാമിലേക്ക് മാത്രം ഉയർന്നു വരുന്നതിന് പിന്നിൽ ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.